കാർത്തിക IAS, ന്യൂഡൽഹി. ഒരു ലോകത്തിന് മുഴുവൻ തന്റെ സേവന ജീവിതത്തിലൂടെ മാതൃകയായി കഴിഞ്ഞ വർഷത്തെ Mr. Advait has become a professional football player. Very good. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മിസ് ഡോക്ടർ നന്ദ സുരേഷിനെ തെരഞ്ഞെടുത്തു. ഡൽഹി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ഡോക്ടർ നന്ദ സുരേഷിനെ തെരഞ്ഞെടുത്തു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ഫുട്ബോൾ ടീം വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിരിക്കും. ക്യാപ്റ്റൻ ജിയാബ് ഗേഡിയുടെ കാര്യത്തിലാണ് ഈ വരുന്ന ജനുവരി 2 ഇന്ത്യ USA വെച്ച് നടക്കുന്ന ഇന്ത്യൻ വേൾഡ് കപ്പ് ആദ്യ മത്സരം നടക്കുന്നത്. Miss Ankita, one of the world's most renowned archaeologists, comes up once again with a wonderful finding, a fact which the world has been seeking for ages. She becomes the first to find the proof and find a way to the long-lost land, Atlantis. Cybersecurity in the world. He is born in Palakkad. He is made cybersecurity in the world. He is won a lot of companies in the world. This is Atlantis's ലോകത്തിലെ ബെസ്റ്റ് ബൊട്ടിക് ഡിസൈനർ, 12 ബൊട്ടിക് ഓണറാണ്. Mr. Niran has become the world famous and biggest businessman with a huge bank balance about trillions. ലോകമറിയപ്പെടുന്ന സാമൂഹിക സേവക പ്രവർത്തക ഹസ്ന യാസ്മിനെ, മിസിസ് ഹസ്ന യാസ്മിനെ രാജ്യമാകെ അവരെ ആദരണീയപൂർണ്ണമായി ആദരിച്ചു. Best sportsman was elected. Mr. Gautam Jewellers has become the world famous sportsman from Kerala, Palakkad. ഏറ്റവും പ്രശസ്തമായ റോൾസ് റോയ്സ് എന്ന കാറിന്റെ വേൾഡ് അംബാസിഡറായി മാറി. പാലക്കാട് ജില്ലയിൽ നിന്നും ലോകത്തിലെ തന്നെ പ്രശസ്തമായ കാർ ബ്രാൻഡിന്റെ വേൾഡ് അംബാസിഡറായി മാറി. Mr. Saroj has been world famous in army officer in India. He was born in Palakkad in Kerala. He was hardworking. പാലക്കാട് ജനിച്ചു വളർന്ന അന്തരായി ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി 30ഓളം സ്കൂളുകൾ നടത്തിവരുന്നു. തന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവമാണ് തന്നെ ഇതിനെ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. Mr. Dev has become one of the greatest player of Indian football. Vaishnavi has become highly respected IPS officer in India. Mohammad Farzan Sheikh MA ഇന്ത്യയിലെ ഏറ്റവും വലിയ IAS ഓഫീസർക്ക് നാളെ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി അവാർഡാനം ചെയ്യും. Miss Ankita has become the world famous dancer and karate master. Mr. Shreyas from Palakkad is a World Cup winner. Is a captain of our team. From Palakkad is a World Cup winner in India. He is the captain of our Indian football team. விஸ்மயா அவர்கள் இன்றைய காலகட்டத்தில் மிகவும் அழகாகவும் அறிவாகவும் பேசும் ஒரு செய்தி வாய்ப்பாளராக மாறியுள்ளார். India World Cup இந்த உலகம் முழுவதும் பிரபலமாக India was became one of the world famous Indian administrative officer in New Delhi. ഇന്ത്യയിലെ IPS ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ പ്രധാനമന്ത്രിയുടെ അവാർഡ് ശ്രീലക്ഷ്മി അവരുടെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ സ്വപ്നം നേടി. അവർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ Miss Anika has become the best teacher 2045. Miss Anika from Palakkad, Kerala has won the best teacher award. She had reached India with lot of struggles inside. She had taught and motivated lakhs of students. Her best friend who stood with her to achieve this award. ഇന്ത്യയിലെ നമ്പർ 1 റിസർച്ച്മാൻ ആയിരിക്കുകയാണ്. അതുമല്ലാതെ ആദ്യമായി ഇന്ത്യ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ സ്പോൺസറായി മുഹമ്മദ് ഷാ ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുകയാണ്. നമ്മൾ പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ഈ സ്കൂളിൽ തന്നെ കുറെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാറില്ല. അലസത ആ ഒരു മൈൻഡോടാണ് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കേട്ടിരുന്നത്. പക്ഷെ സാറിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം അത്രയേറെ ഞങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവാതെ വണ്ണം ഞങ്ങളെ ഹാപ്പി ആക്കിക്കൊണ്ട് ഇത്ര സമയം ഞങ്ങളിവിടെ ഇരുത്തി ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു.
മറ്റുള്ളവരുടെ ക്വാളിറ്റീസ് അറിഞ്ഞും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അറിയാനും എല്ലാവരോട് സംസാരിക്കാനും ഇതിനൊക്കെ സാധിച്ചു. ഇത്രയും ഈ ഒരു ദിവസത്തിന് മുന്നേ ക്ലാസ്സിൽ ഒരു യൂണിറ്റി ഉണ്ടായിട്ടില്ല. ഇനി മുതൽ അത് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാവരും ഇപ്പൊ കുറച്ചുകൂടെ അടുത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെല്ലാത്തിനും സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു സർ. പിന്നെ സാറിന്റെ ക്ലാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നല്ലോണം മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് എന്നെ തന്നെ കുറെ കാലമായിട്ട് എന്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴാണ് ഞാൻ ടോപ്പിൽ നോക്കിയായത്. ഇന്നത്തെ ക്ലാസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാർ. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രീ പീരീഡ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവ് തിങ് ആണ്. കാരണം ബോയ്സ് ആണെങ്കിൽ അവർ വേറെ പരിപാടി അവരുടേതായ ഇതിരിക്കും, ഗേൾസ് ഗ്യാങ്ങായിട്ട് പല സ്ഥലങ്ങളും പോയിരിക്കും, കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കും, അങ്ങനെ കുറെ ഒറ്റയ്ക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആർക്കും ആരോടും വലിയ ബന്ധമില്ല. ഇവിടെ എനിക്കുണ്ടായ അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ മുന്നേ പഠിച്ചത് മോയിൻസ് ആണ്. ഞാൻ 8th സ്റ്റാൻഡേർഡ് അസിസി. അവിടെ എനിക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇമോഷണൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ 9th 10th മോയിൻസിലാണ് പഠിച്ചത്. അവിടെ എനിക്ക് നല്ല ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പേഴ്സണലി കുറച്ച് പേരോടൊക്കെ അത്യാവശ്യം കമ്പനി ആണെങ്കിൽ പോലും അവരൊരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കമ്പനി ആയിട്ടാണ് നമ്മുടെ മുമ്പ് നമുക്ക് ഒരു ഹേർട്ടിങ് ഉണ്ടാവും. പക്ഷെ അതാരെയും ബാധിക്കാത്ത പോലെയാണ് ഇവിടെ എല്ലാവരുടെയും ക്യാരക്ടർ എനിക്ക് തോന്നി. പക്ഷെ പേഴ്സണലി എല്ലാവരും എടുത്ത് നമുക്ക് എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. പക്ഷെ നമ്മളൊക്കെ ഇന്ററാക്ട് ചെയ്യാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. എന്താണ് നമ്മളെല്ലാവരും ഒരേപോലെ ഇരുന്ന് ഒരു ക്ലാസ്സിൽ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്? എല്ലാത്തിനും കാരണം സാറാണ്. ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ ഇതുവരെയും ഉറങ്ങാണ്ട് ഇരുന്ന ഒരു ക്ലാസ് NSS ക്ലാസ് നിങ്ങളെ പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ട ഒരു ക്ലാസ് ആയിരുന്നു. രാവിലെ സാർ വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമ്മുടെ HLP ആയിരിക്കണം സാറിന്റെ ക്ലാസ് നിന്ന്. NSSലും പോയപ്പോ അടുത്ത ക്ലാസ് എപ്പോഴും നല്ലതാണ് തോന്നിയത്. ഒരു ഉറങ്ങാത്ത ക്ലാസ്സും നല്ല എന്റർടൈൻമെന്റോടെ കൊണ്ടുപോയ ഒരു ക്ലാസ്സുമായിട്ട് സാറിന്റെ ക്ലാസ്സാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എന്റെ പേര് ഗൗതം, H1B-യിലാണ് പഠിക്കുന്നത്. ഇന്ന് ഇവിടെ ക്ലാസ്സിൽ വന്നപ്പോ പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലാണ് പറഞ്ഞ ശ്രദ്ധിക്കൊന്നുമില്ല. ഇന്ന് ക്ലാസ് കടന്നുറങ്ങിയ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോ കുറച്ച് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ തോന്നുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷെ വന്നൊന്നും അറിയില്ല, ഉണ്ടാവും, ചിലപ്പോ വന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ക്ലാസ്സിൽ എഴുതാൻ പറഞ്ഞിട്ട് എഴുതുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോ എഴുതാനൊക്കെ തുടങ്ങി. ക്ലാസ് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അറിയില്ല. പക്ഷെ ഇനി മുതൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഗേൾസ് ബോയ്സ് ഒന്നും ഡിഫറൻസ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഒപ്പം സംസാരിക്കും. ഇതുവരെ അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഇതുവരെ എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു അങ്ങനെ പോയി സംസാരിക്കാൻ ഇങ്ങോട്ട് വരാൻ അങ്ങനെ മാത്രമല്ല ഗേൾസിന് ഇങ്ങോട്ട് വരാൻ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കും. പിന്നെ ക്ലാസ്സൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടി. ഇന്നത്തെ ദിവസം പോസിറ്റീവ് ആയിരുന്നു. എല്ലാം ക്ലാസ് മാത്രമല്ല എല്ലാം എല്ലാവരും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റി, തിരിച്ച് കളിക്കാൻ പറ്റി. ഇന്ന് സാഡായിരുന്നില്ല, ഫുള്ള് സ്മൈലായിരുന്നു. മുഖത്ത് എന്റെ വരീസ് ഒന്നും ഉണ്ടായിട്ടില്ല, സ്മൈലായിരുന്നു. ഞാൻ NSSല് സാറ് ക്ലാസ് എടുത്തപ്പോ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മെസ് ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് മുതൽ സാറ് ക്ലാസ് എടുക്കണമെന്ന് NSSൽ അത് അറ്റൻഡ് ചെയ്തവർ പറഞ്ഞേക്കാൾ കൂടുതൽ ഞാനും അൻകില് അവരൊക്കെയാണ് എടുക്കണം എന്ന് വേറെ എക്സ്ട്രാ പറഞ്ഞിരുന്നവര്. അപ്പൊ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഇയേഴ്സിനാണ് പറഞ്ഞപ്പോ പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. സാറ് പിന്നെ 22 വരുമ്പോ ഞാൻ ഈ ആഴ്ചയിൽ 2 ദിവസം വന്ന 3-ാം ദിവസം ലീവ് എടുത്ത് 4-ാം ദിവസം വന്ന 5-ാം ദിവസം ലീവ് എടുക്കുന്ന ആളാണ്. മെന്റൽ ബ്രേക്ക് ഡൗൺ അതാണ് വെറുതെ. അപ്പൊ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഞാനിങ്ങനെ ലീവില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാണ് ക്ലാസ് കിട്ടാന്ന്. ഇന്ന് പിന്നെ ഡബിൾ ഡമാക്കിയായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൂടെ രക്ഷപ്പെട്ട് കിട്ടി. പഠിച്ചിട്ടായിരുന്നു, ഞാനും പഠിച്ചിട്ടില്ല. പിന്നെ ജോഗ്രഫി എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ രക്ഷപ്പെട്ട് കിട്ടി. പിന്നെ നമുക്ക് പോസിറ്റീവ് എനർജി പറഞ്ഞു. എന്റെ ഉള്ളിലുണ്ടായിരുന്ന നെഗറ്റീവിനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റി. എന്റെ നല്ല ക്വാളിറ്റീസ് എനിക്ക് അറിയാൻ പറ്റി. ഈ പലതും എനിക്ക് അറിയാത്ത പോലെ നല്ല സ്കിൽസ് എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ ആ ബുക്ക് ഓഫ് ലൈഫ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് തള്ളിയതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറെ നല്ല കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഡാമൊന്ന് ചാടാൻ പോയാൽ ചാടല്ലേ, തിരിച്ചിട്ട് അവൻ ഓടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ബുക്കിൽ അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ
നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. ചിരിക്കാൻ പറ്റി, കരയാൻ പറ്റി, സന്തോഷിക്കാൻ പറ്റി, എല്ലാം ചെയ്യാൻ പറ്റി. ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജാം അങ്ങനത്തെ ഒരു ഇമോഷൻ ആയിരുന്നു. ഒരുപാട് താങ്ക്സ്. എനർജി ഉള്ള ക്ലാസ് ആയിരുന്നു. നല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ക്ലാസ്സായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ക്ലാസ് ആയിട്ട് തുടങ്ങിയത്. പിന്നെ അത് ജോയ്ഫുൾ ആയിട്ട് എടുത്തു. പിന്നെ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്തു. താങ്ക്സ് എല്ലാത്തിനും.